എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. ടുഡേ വി ഹാവ് കംപ്ലീറ്റഡ് 75 ഡേയ്സ് ഓഫ് അവർ 100 ഡേയ്സ് ഓഫ് മേക്ക് ഇറ്റ് ഹാപ്പൻ. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെ ഇരുന്നെന്ന് ഞാനിവിടെ കാണിക്കാം. സീ ദ ഡിഫറൻസ്, സീ ദ ചേഞ്ച്. സോ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ടു ഈവൻ മൈസെൽഫ് ആൻഡ് ടു ദ വേൾഡ്, that if you decide on something and if you stay truthful to yourself, like നമ്മൾ ഇന്ന കാര്യം ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ ആ കാര്യം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ തീരുമാനം എടുത്തത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രത്യേക റെസ്പെക്റ്റ് തോന്നും. ആൻഡ് ഈ 75 ഡേയിൽ എത്തി നിൽക്കുമ്പോഴത്തേക്കിനും ഐ ഫീൽ റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമൃത അതീഷ്. സോ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ എവറി 25 ഡേയ്സ് ഞാൻ റിവ്യൂസ് തരുന്നുണ്ടായിരുന്നു. 25th ഡേയുടെ റിവ്യൂ ഇസ് ദെയർ, 50th ഡേയുടെ റിവ്യൂ ഇസ് ദെയർ. കാണാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാനിവിടെ ടാഗ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ടുഡേ ഐ എം ഹിയർ ടു ഷെയർ മൈ 75 ഡേയ്സ് റിവ്യൂ ഔട്ട് ഓഫ് ദി 100 ഡേയ്സ് ഓഫ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഈ 75 ഡേയ്സിൻ്റെ റിവ്യൂവും നമ്മൾ എല്ലാ റിവ്യൂസും ചെയ്ത പോലെ തന്നെ 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വിൽ ബി ദ സ്ട്രഗിൾസ് ഐ ഫേസ്, സെക്കൻഡ് വിൽ ബി മൈ പ്രോഗ്രസ് ആൻഡ് വിൻ, third will be the challenges which I still face, and fourth will be my emotional growth, and the fifth part will be about the food and skincare. So coming to the struggles I faced, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ ഒരു സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് റോളർ കോസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. ബട്ട് റൈറ്റ് നൗ ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഈസി ഫോർ മീ ടു നാവിഗേറ്റ് ത്രൂ ദിസ്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ എവർ യു ടേക്ക് അപ്പ് എ ചലഞ്ച്, ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ 75 ഹാർഡ് ഡേ ചലഞ്ച്, 90 ഡേയ്സ് ചലഞ്ച്, 100 ഡേയ്സ് ചലഞ്ച് അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ബട്ട് ഡോണ്ട് ഫോളോ സംതിങ് വിച്ച് ദി അതർ പീപ്പിൾ ആർ ഫോളോയിങ്. നിങ്ങൾക്കത് പറ്റുമോ ഇല്ലയെന്ന് ഫസ്റ്റ് യു ഹാവ് ടു മേക്ക് എൻ അനാലിസിസ്. ഇപ്പം മെൽ റോബിൻസിൻ്റെ മേക്ക് ഇറ്റ് ഹാപ്പൻ 100 ഡേയ്സ് ചലഞ്ചിനകത്തും മെൽ റോബിൻ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി അതേപോലെ ഫോളോ ചെയ്യുകയല്ല ഞാൻ ചെയ്തത്. ഐ ഹാവ് ടൈലർഡ് മെയ്ഡ് ഇറ്റ് ടു സംതിങ് വിച്ച് ഐ ക്യാൻ ഫോളോ. ബിക്കോസ് ദ മെയിൻ പോയിന്റ് ഈസ്, നമ്മളൊരു ചലഞ്ചോ എന്തെങ്കിലും ഒരു റുട്ടീൻ ഫോളോ ചെയ്യാമെന്ന് നമ്മളോട് തന്നെ ഒരു പ്രോമിസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ. അതായത് നമുക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസം പോലും നമുക്കത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ആക്കം ഉണ്ടായിരിക്കണം, ബേസിക്കലി ഒരു എനർജി ലെവൽ. സോ അത്ര സിമ്പിൾ. നിങ്ങളുടെ ഒരു എനർജിക്കും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിനും പറ്റുന്ന രീതിയിൽ യു ക്യാൻ ടൈലർ മേക്ക് എനി ചലഞ്ച് ആസ് പെർ യുവർ നീഡ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. സോ ഞാനും അതാണ് ചെയ്തത്. സോ ഇറ്റ് മെയ്ഡ് ദ സ്ട്രഗിൾ പാർട്ട് ഈസി ഫോർ മീ. ലൈക്ക് ആദ്യത്തെ 2-3 ദിവസം ഈവൻ തോ ഞാൻ തന്നെ എടുത്ത ചലഞ്ച് ആണെങ്കിലും ആസ് ഇറ്റ് വാസ് സംതിങ് ന്യൂ ഫോർ മീ, എനിക്ക് കുറച്ചൊരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു ഫീൽ ചെയ്തിരുന്നെങ്കിലും പോകെ പോകെ എനിക്കത് ഈസി ആവാൻ തുടങ്ങി. ആൻഡ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നത് കൊണ്ട് എനിക്കതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ പറ്റി. സോ ദാറ്റ് മേക്സ് മീ പ്രൗഡ്. സോ ദാറ്റ്സ് മൈ ടേക്ക് അവേ ഫ്രം ദ സ്ട്രഗിൾ പാർട്ട്. കമ്മിങ് ടു മൈ പ്രോഗ്രസ് ആൻഡ് വിൻ. സോ ഞാൻ എൻ്റെ ലാസ്റ്റ് റിവ്യൂ വീഡിയോസിലൊക്കെ പറഞ്ഞ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, വിച്ച് വാസ് ഐ വാസ് നോട്ട് ഏബിൾ ടു ടാക്കിൾ മൈ ബെഡ് ടൈം ഓർ മൈ സ്ലീപ്പ് സൈക്കിൾ. ബട്ട് ടു മൈ സർപ്രൈസ് ഐ എം ഏബിൾ ടു ഡു ദാറ്റ് വെരി വെൽ ഇൻ ദീസ് ഡേയ്സ്. ബിക്കോസ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് മിനിമം ഒരു 7 to 8 hours സ്ലീപ്പ് ഡെയിലി വേണം എന്നുള്ളതായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ഗോ ടു ബെഡ് ഓൺ എ പെർട്ടിക്കുലർ ടൈം ആൻഡ് ദെൻ വേക്ക് അപ്പ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ബിക്കോസ് കിടക്കാൻ പോകുമ്പോൾ ഉറക്കം വരില്ല, ആൻഡ് എണീക്കാൻ പോകുമ്പോൾ ഭയങ്കര ഉറക്കം വരും, വീണ്ടും കിടക്കണം എന്ന് തന്നെ തോന്നും. ബട്ട് ഇൻ ദ പാസ്റ്റ് 25 ഡേയ്സ്, ഇപ്പം ഓൾമോസ്റ്റ് 35 ഡേയ്സ് ആവുന്നു, ഐ എം ഗോയിങ് ടു ബെഡ് ബൈ 9-9:30 ആൻഡ് ഐ മാക്സിമം ഐ സ്ലീപ്പ് ബൈ 10 ആൻഡ് ദെൻ ഐ വേക്ക് അപ്പ് ലൈക്ക് അറൗണ്ട് 5-5:30. ഇതിൽ ഇഫ് ദർ ആർ ഗസ്റ്റ്, ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിലോ ഓർ എൽസ് ഇഫ് വി ആർ ട്രാവലിംഗ് സംവെയർ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇഫ് ദർ ഈസ് അതർ തിങ്സ് ഇൻ ദ ലൈഫ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവാറുണ്ട്. ബട്ട് മാക്സിമം പറ്റുന്ന പോലെ ലൈക്ക് ഓൺ ആൻ ആവറേജ് ഇപ്പോൾ 10 ദിവസത്തിൽ 7 ദിവസവും എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഐ എം വെരി ഹാപ്പി അബൌട്ട്. സോ കമ്മിങ് ടു ദ ചലഞ്ചസ് ഐ സ്റ്റിൽ ഫേസ്. സോ ഇപ്പോൾ ഉള്ളൊരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത്, ആസ് ഐ എം ബിസി ഐ എം നോട്ട് ഏബിൾ ടു ലൈക്ക് പോസ്റ്റ് റെഗുലർലി. ബട്ട് ദ മെയിൻ പോയിന്റ് ഈസ് ഐ എം ഹാപ്പി ദാറ്റ് ഐ എം ബിസി. ബിക്കോസ് ഇങ്ങനെ ആവാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ആൻഡ് ഐ ഫീൽ പ്രൗഡ് ഓഫ് മീ ഷോയിങ് അപ്പ് എവറി ഡേ ഡൂയിങ് വാട്ട് ഐ ഡിസൈഡഡ് ടു ഡു. കമ്മിങ് ടു മൈ ഇമോഷണൽ ഗ്രോത്ത്, അതിനിപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം തന്നെ ഉണ്ടാവത്തില്ല. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് വീഡിയോയും ഇപ്പോഴത്തെ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ചേഞ്ച് ഉണ്ടെന്ന്, ഇൻക്ലൂഡിങ് മീ, ദ വേ ഐ പ്രസൻറ്റ് മൈ സെൽഫ്, ഈവൻ മൈ സറൗണ്ടിങ്സ്, എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. സോ ദാറ്റ് ഷോസ് ദ ഇമോഷണൽ ഗ്രോത്ത്. ഇപ്പം ഐ എം മോർ സെൽഫ് അവെയർ, ഐ എം മോർ സെൽഫ് കോൺഫിഡൻറ്റ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം
ഒരു സെൽഫ് വർത്ത് ഇൻക്രീസ് ആവാൻ തുടങ്ങി. ബിക്കോസ് വെൻ വി ഷോ അപ്പ് ഫോർ അവർ സെൽഫ്, നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രത്യേക റെസ്പെക്റ്റും പ്രൗഡും വരും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ജേണിയിൽ നിന്ന് മനസ്സിലായത്. സോ ദ ഇമോഷണൽ ഗ്രോത്ത് ഈസ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് or the biggest takeaway from this challenge for me. Coming to food and skincare, I'm enjoying cooking these days. I was a person who loved to clean. Like, I love dishwashing, I love to organize, declutter and cleaning എല്ലാം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് കുക്കിംഗ് വാസ് സംതിങ് വിച്ച് ഐ യൂസ് ടു സ്ട്രഗിൾ അ ലോട്ട്. കുക്കിംഗ് ഇഷ്ടമാണെങ്കിലും അതിലെ മെയിൻ പോയിന്റ് എന്നായിരുന്നു വെച്ചാൽ ഐ യൂസ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഒരു ജസ്റ്റ് ഒരു ചോറും കറിയും വെക്കാൻ തന്നെ എനിക്ക് 2 to 3 hours ഒക്കെ പോകും. ബിക്കോസ് ഐ വാസ് സോ അഡമൻ ആൻഡ് സോ പർട്ടിക്കുലർ അബൌട്ട് ദ ഇൻഗ്രീഡിയൻസ് ഐ പുട്ട്, അതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം. ബട്ട് ദീസ് ഡേയ്സ് ഐ ലവ് കുക്കിംഗ് ആൻഡ് ദെൻ അത് കുറച്ചും കൂടി ഈസി ആവാൻ തുടങ്ങി എനിക്ക്. വലിയ സദ്യയും ബിരിയാണി അങ്ങനെയൊന്നും വെക്കാറായിട്ടില്ലെങ്കിലും ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ഐ ക്യാൻ കുക്ക് എ വെരി ഹെൽത്തി മീൽ ഫോർ യു. So I'm very happy and proud of myself that I'm cooking my meals every day. And coming to the skincare part, I'm enjoying it these days because that is the time which I invest in myself. എനിക്കായിട്ട് ഞാൻ മാറ്റി വെക്കുന്ന കുറച്ച് നേരമാണ് ഈ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റുട്ടീൻ. ഇറ്റ്സ് എ സെൽഫ് കെയർ ടൈം ആൻഡ് സെൽഫ് ലവ് ടൈം ആൻഡ് ഐ എം വെരി ഹാപ്പി ഡൂയിങ് ഇറ്റ്. സോ ഹിയർ വി ആർ. അങ്ങനെ നമ്മൾ 75 ഡേയ്സും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇനിയൊരു 25 ഡേയ്സ് കൂടെ പോകാനായിട്ടുള്ളൂ. And I'm very happy we are on the last lap of this challenge. The next time when I'll be coming to give a review after the 25 days, it will be the final review of this 100 days of Make It Happen. Thank you so much for staying with me. വീഡിയോ ഇവിടെ വരെ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ആൻഡ് ടു ദാറ്റ് സ്പെഷ്യൽ പീപ്പിൾ who was with me in this journey since day one, I really thank from the bottom of my heart to each and every one of you for staying with me in this journey. സോ നെക്സ്റ്റ് നമ്മുടെ 100 ഡേയുടെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നത് വരേക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിത്ത് ലവ്, അമൃത.